അവസാന കാലത്ത് ചില ആളുകൾ വരും. എന്താ അവരുടെ പ്രത്യേകത? അവര് പറയുന്നത് എന്താ? ബിമാലം തസ്മൗ അന്തും വലാബാഉക്കും. നിങ്ങളോ നിങ്ങളുടെ പൂർവികന്മാരോ കേൾക്കാത്തത് പറയും. യകൂന ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. ദജ്ജാലികൾ കദ്ദാബീങ്ങൾ അന്ത്യനാളിൽ വരും എന്ന് ഹബീബായ നബി. എന്താണ് അവർ ചെയ്യുക? പുതിയ പുതിയ വൃത്താന്തങ്ങൾ അവർ കൊണ്ടുവരും. ബിമാലം തസ്മഉ അൻതും വലാ ആബാഉക്കും. നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാർ എന്നു തന്നെയാണ് മുസ്തഫ നബി പറഞ്ഞത്. ഇവിടെ പിതൃത്വത്തിനും പാരമ്പര്യത്തിനും വിലയില്ല എന്ന് പറയണ്ട. ഹബീബാ റസൂലുള്ള പറഞ്ഞു, നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത വാദഗതിയും കൊണ്ടുവരും. രാമായണത്തിൽ നിന്ന് തെളിവ് ധരിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാത്തതാണ്, പൂർവികന്മാര് കേൾക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന ആളുകളെ പറ്റിയാണ് ഖാസിമി പറഞ്ഞത് ദജ്ജാലൂന കദ്ദാബൂൻ. മുജാഹിദികളെ പറ്റിയല്ല. കാരണം മുജാഹിദികള് രാമായണം പറഞ്ഞിട്ടല്ല, അതല്ലെങ്കിൽ മഹാഭാരതം പറഞ്ഞിട്ടല്ല, അതല്ലെങ്കിൽ ഭഗവത്ഗീത വായിച്ചിട്ടല്ല. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ്, സുന്നത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ്, പൂർവികന്മാർ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് നമ്മുടെ പൂർവികന്മാര് കേൾക്കാത്തതല്ല. ഏതായി പൂർവികന്മാര് എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ മാത്രാണോ? അല്ല എന്റെ വല്യാപ്പ മാത്രാണോ? ഇവിടെ ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ടത് ഈ സമുദായത്തിലെ ആദ്യത്തെ പൂർവികന്മാർ ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന് പരിചയമുണ്ടോ ഈ കാര്യം? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുക എന്ന ഒരു കാര്യം പരിചയമുണ്ടോ? പരിചയമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത്തരമൊരു ഏർപ്പാട് നമ്മൾ ചെയ്യാൻ പാടില്ല.